എൻ്റെ പേര് സഹദേവൻ. ഇത് ശാലിനി സഹദേവൻ എൻ്റെ വൈഫാണ്. ഞങ്ങൾ വരുന്നത് വെള്ളൂരിൽ നിന്നാണ്, പിറവ് അടുത്തുള്ള വെള്ളൂരിൽ നിന്നാണ് വരുന്നത്. ഒരു ദിവസം എനിക്ക് ഒരു ചെവിവേദന അനുഭവപ്പെട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇവിടെയുള്ള ഷൈജു, നമ്മുടെ IT മേഖലയിലുള്ളതാണ്. പുള്ളി ആണ് എന്നെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരാൻ കാര്യം. സെനു ഡോക്ടറെ കാണുകയും ഈ ഇടതുവശത്തുള്ള ചെവിക്കൊരു വേദന ഉണ്ടായിരുന്നു, ഉള്ളിൽ ചെറിയൊരു കുരു പോലെ. അത് ഡോക്ടർ എനിക്കത് ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അസുഖം ഞാൻ വളരെ സാറ്റിസ്ഫൈഡായി. എഗെയിൻ എൻ്റെ വലതുവശത്ത് ചെവിയുടെ താഴ്വശത്തായിട്ട് ചെറിയൊരു സ്വെല്ലിങ്, ഒരു മുഴവെല്ലാം ഉണ്ടായിരുന്നു. അത് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു, വലിയ കാര്യമാക്കി ഞാൻ നോക്കിയില്ല. അപ്പോൾ ഡോക്ടറെ ഞാനത് കാണിക്കുകയുണ്ടായി. ഡോക്ടറെ കണ്ട് അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇന്നതാണ്, അത് ഇങ്ങനെയാണ് സംഭവം, വരാൻ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഡോക്ടറെ നമുക്ക് എടുത്ത് കളഞ്ഞേക്കായത്. അപ്പോൾ അത് ഡോക്ടറും പറഞ്ഞ അതിനെക്കുറിച്ച് വരുംവരായികയെക്കുറിച്ച് എന്നെ നല്ല രീതിയിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതനുസരിച്ചിട്ട് സാർ അത് എഗെയിൻ അതിനെക്കുറിച്ച് റേഡിയോഗ്രാഫി ചെയ്തു. അത് കഴിഞ്ഞ് അത് MRI എടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഓപ്പറേഷൻ ഇങ്ങനെയാണ്, ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷനാണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, സീരിയസ് ആണെന്നുള്ള വിവരം എന്നെക്കുറിച്ച് ഈ രീതിയിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്കത് വളരെ അക്സെപ്റ്റ് ചെയ്തു. കാരണം സാറ് പറഞ്ഞു തന്നെ രീതി കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു. ആ എക്സ്പ്ലനേഷനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കത്. എങ്കിലും ഞാനത് അതിനെക്കുറിച്ച് കേട്ടിട്ട് ശരി തീരുമാനം എടുക്കുന്ന രീതിയിൽ വെളിയിൽ പോവുകയും അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ചിന്തിക്കുകയും മറ്റു ചില ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നും അങ്ങനെ 1, 2, 3 ഡോക്ടേഴ്സിനെ കൊണ്ടും ഞാൻ ഡിസ്കസ് ചെയ്തു. എനിക്ക് പരിചയത്തിലുള്ളതും പിന്നെ വേറെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ അവർ ധരിപ്പിച്ചത്. പക്ഷേ അവർ പറഞ്ഞതിനേക്കാളും ബെറ്ററായിട്ടാണ് സെനു സാറ് എന്നോട് പറഞ്ഞു തന്നത്. എനിക്കത് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. പിന്നെ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. മെയിൻ എനിക്ക് ഡോക്ടർ സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാർ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് മറ്റു വലിയ വലിയ ഹോസ്പിറ്റലിൽ ഇതിനെക്കുറിച്ച് കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹോസ്പിറ്റൽ ആയതിൻ്റെ പേരിലാണ് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ വരികയും വളരെ സക്സസ്ഫുള്ളായിട്ട്, ഞാൻ അറിഞ്ഞുപോലുമില്ല എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ഇന്നിപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസം എൻ്റെ സ്റ്റിച്ചെല്ലാം എടുത്ത് വളരെ ഹാപ്പിയാണ്. എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പലരും പറഞ്ഞായിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും, ചിലപ്പോൾ കണ്ണ് തുറന്നു തന്നെ ഇരിക്കും, കാരണം ഈ ഭാഗത്തൂടെയാണ് വെയിനൊക്കെ പോകുന്നത്. അത്രയ്ക്കും ക്രിട്ടിക്കൽ ഓപ്പറേഷനായിരുന്നു. പക്ഷേ അത് ഭംഗിയായിട്ട് തന്നെ സാറ് അത് ചെയ്തെന്ന് വളരെ അപ്രീഷിയേറ്റബിൾ. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും ഞാൻ സന്തോഷവാനാണ്. അതിനാൽ വളരെ സ്മിത മെമ്മോറിയലിനോടും ഇവിടെയുള്ള ഡോക്ടേഴ്സിനോടും എല്ലാ സ്റ്റാഫിനോടും എല്ലാ അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട ആൾക്കാരോടും നേഴ്സുമാരോടും എല്ലാവരും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.